അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു അർച്ചനയോട് വന്നിട്ട് പറയണം, അമ്മേ ഞാൻ വരാ എന്ന് പറയുമ്പോൾ, വേണ്ട മോളെ, നിനക്ക് ഇവിടെ സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി, നിനക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്, മോള് വരണ്ട, മോള് ഇവിടെ നിന്നോളൂ, അമ്മയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയും. ഇല്ല അമ്മേ, ഞാൻ വരാം, അമ്മ ഇവിടെ ഒരു 2 മിനിറ്റ് നിൽക്കും, ഞാൻ പോയിട്ട് അകത്ത് പോയി അവരോട് പറഞ്ഞിട്ട് വരാ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അകത്തേക്ക് ചിന്നു പോവുകയാണ്. ആര് ചോദിക്കണം, എന്താ നീ ഇപ്പോൾ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആര്യയ്ക്ക് മനസ്സിൽ സന്തോഷമാണ് കേട്ടോ പോകുന്നതിൽ. ഇല്ല, ഞാൻ പിന്നെ വരാൻ പറയുക. അയ്യോ, നീ പോകുമ്പോൾ എനിക്കൊരു വിഷമമാവണോ എന്ന് പറയുന്നത്. സാരമില്ല, ഞാൻ പിന്നെ വന്ന് നിന്നോളാം എന്നിങ്ങനെ പറയണം. നീയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനത് അച്ഛന് വിഷമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി, അതെനിക്ക് സഹിക്കില്ല, ഞാൻ പിന്നീട് അച്ഛനോട് വന്ന് പിന്നെ ഞാൻ നിന്നോളാം, അപ്പം അച്ഛൻ്റെ വിഷമം മാറിക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ ആര്യ മനസ്സിൽ വിചാരിക്കണം, ഓ ഇനിയും വരുമോ എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ചിന്നു വരുമ്പോൾ ചന്ദ്രയും വിജയശങ്കരൻ ചോദിക്കും, എന്താ മോളെ നീ പോകുന്നത്, എന്താണ് നീയല്ലേ പോകുന്നില്ല പറഞ്ഞത്. ഇല്ല, ഞാൻ പോവുകയാണ് അച്ഛാ, ഞാൻ അമ്മയ്ക്ക് ഒരുപാട് വിഷമമാണ് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയും, നീ എന്താ മോളിനെ പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോകണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞങ്ങൾ അവിടുന്ന് വന്നത് ബലമായിട്ടല്ല, അതേപോലെ തന്നെ ഞാൻ ബലമായിട്ട് ആരെയും കൊണ്ടും പോവാറില്ല, അമ്പാട്ട് വീട്ടിൽ അവൾക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ട്, പിന്നെന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഇവിടെ എന്താ അതില്ലാത്തത് കാരണമാണോ മോൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചിന്നുമോൾ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ പോവട്ടെ, പിന്നെ വരാം, അമ്മയ്ക്ക് ഒരുപാട് വിഷമമാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, സ്നേഹം എല്ലാം മനസ്സിൽ വെക്കാനുള്ളതല്ല, അതെ അമ്പാട്ട് വീട്ടുകാർക്ക് ആ ശീലമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചിന്നു യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്ര വിജയശങ്കറെ കളിയാക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നീ എന്താ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയും. പിന്നീട് കാണിക്കുന്നത് അതേസമയം അമ്പാട്ട് വീട്ടിൽ മുകുന്ദനും രമ്യ മഞ്ജുവും അനന്തും എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്നുവിൻ്റെ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്നുവും അർച്ചനയും കൂടി പോവുകയാണ് കേട്ടോ. അതേസമയം ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ മോളെ പിടിച്ചു കൊണ്ടുപോയത്, ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് ഗുണ്ടകളാണ്, ആ ഗുണ്ടകളെ അറിയോ ചോദിക്കുമ്പോൾ, എനിക്ക് അറിയേയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ആ ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ആരാ, ആ രക്ഷിച്ച ആൾ ആരാണ്, അയാളെ കണ്ട ഒരു താങ്ക്സ് പറയണം എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോകുമ്പോഴേക്കും അയാൾ പോയി, അയാളുടെ പേരെന്തോ ഒരു ബിസിനസ്സുകാരനോ എന്തോ മറ്റേ ആണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല എന്നിങ്ങനെ പറയും. അതേസമയം മഞ്ജു ഇങ്ങനെ ചോദിക്കുക, നീ അച്ചുവിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ പോയത്, എന്തായി എന്ന് ചോദിക്കുമ്പോൾ, ആ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല, എന്തായാലും അച്ചു മാമയെ ഞാൻ വിളിക്കാൻ നോക്കിയതാണ്, അതേസമയം അത് നടന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അർച്ചന പറയുന്നുണ്ട്, വേണ്ട, അവനെ മനസ്സിലാക്കിയിട്ട് എപ്പോൾ മനസ്സിലാകണോ അപ്പോൾ വന്നാൽ മതി എന്നിങ്ങനെ പറയണം. പിന്നെ കൂടുതൽ സംസാരങ്ങളൊന്നും സംസാരിക്കില്ല. അതേസമയം ചിന്നു അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഓ അച്ചു ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി, എന്നാൽ അച്ചും കൂടെ പോയേനെ, അതും കൂടി കാണേണ്ടി വന്നേനെ എന്നിങ്ങനെ പറയുമ്പോൾ രുക്ക് പറയുന്നുണ്ട്, അച്ചു ഒരിക്കലും പോകില്ല ചേച്ചി, അതിനുള്ളതെല്ലാം ഞാൻ അച്ചുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, അച്ചുവിൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അതിനുശേഷം രാത്രി ചിന്നുമോൾക്ക് ഫോൺ വരികയാണ്, വിജയശങ്കർ മോളെ നാളെ ASPയുടെ ഓഫീസിലേക്ക് മോളൊന്ന് വരണം എന്ന് പറയണം. എന്താ അച്ഛാ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോള് വരണം, ഞാൻ വണ്ടി വിട്ടാക്കാം എന്ന് പറയണം. വേണ്ട, വണ്ടിയൊന്നും വിട്ടാക്കണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയണം. അതിനുശേഷം ചിന്നു അർച്ചനയോട് പറയണം, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് രാവിലെ അർച്ചനയും ചിന്നും കൂടിയിട്ട് ASA ഓഫീസിലേക്ക് വരികയാണ്. അർച്ചനയും ചിന്നുവിനെയും കണ്ടതും വിജയശങ്കറിന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. മോളെ നിന്നോടല്ലേ ഞാൻ നീ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കണം. അതിനെന്താ അച്ഛാ, അമ്മ വന്നതിന് എന്താ കുഴപ്പം, AC ഓഫീസിലേക്കല്ലേ, അതിനെന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയണം കേട്ടോ മോള്, അതിന് മറുത്തൊന്നും പറയരുത്, ഞാൻ പറഞ്ഞതല്ല എസ് ആണെന്ന് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് എന്താ കാര്യം എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. അതല്ല അവിടെ പോവാ എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി AC ഓഫീസിൽ പോവുകയാണ്. പരാതിക്ക് അച്ഛൻ പറഞ്ഞതെല്ലാം കറക്റ്റല്ലേ, മോളെ കണ്ട അറിയോ ആളുകൾ എന്നെല്ലാം ചോദിക്കുമ്പോൾ അർച്ചന പറയേണ്ട, അതിന് അവൾക്ക് പരാതി എന്താണെന്ന് തന്നെ അറിയില്ലല്ലോ, ആദ്യം പരാതി വായിക്കണ്ടേ എന്നിങ്ങനെ പറയണം. അതൊക്കെ കൂടി കണ്ടിട്ട് വിജയശങ്കരൻ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ.